എല്ലാവർക്കും ലേറ്റസ്റ്റ് ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് പാലക്കാട് നടന്ന ഇൻ്റർവ്യൂവിൽ SCERT സിലബസും CBSE സിലബസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതൊരു കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡിഫറൻസ് ഒന്ന് പറയാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും ഒന്നിനെ മികച്ചതാക്കിയിട്ടോ ഒന്നിനെ തഴഞ്ഞതാക്കിയിട്ടോ പറയാൻ പാടില്ല. കാരണം നമ്മളൊരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. അപ്പോൾ രണ്ടിനെയും അതിൻ്റേതായ മികവുമുണ്ട്, ഡ്രോബാക്കും ഉണ്ട്. ആ ഒരു ന്യൂട്രൽ രീതിയിൽ വേണം നമ്മൾ ഉത്തരം പറയാൻ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ SCERT ആണെങ്കിലും CBSE ആണെങ്കിലും മികച്ച നല്ല സിലബസും ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏത് സിലബസ് ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും CBSE ആണെങ്കിൽ തന്നെ അത് നമ്മുടെ ടീച്ചിങ് സ്റ്റൈല്, അതുപോലെ നമ്മൾ കൊടുക്കുന്ന മുൻഗണന, പിന്നെ കുട്ടികളുടെ നീഡ്സ്, കുട്ടികളുടെ ആവശ്യങ്ങൾ അതനുസരിച്ചിട്ടുള്ളതായിരിക്കണം. ഏതൊരു സിലബസ് ആണെങ്കിലും അതിനനുസരിച്ചിട്ട് ഏതാണോ നമ്മുടെ കുട്ടികൾക്ക് സ്യൂട്ടാവണത്, നമ്മളേതാണോ പ്രിഫർ ചെയ്യണത് അതുപോലെ ഇരിക്കും ഏതൊരു സിലബസിൻ്റെയും കാര്യം. അപ്പോൾ ഒന്ന് മികച്ചതാണ് ഒന്ന് ദോഷമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഏതിലാണെങ്കിലും അതിൻ്റേതായ മികവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ SCERTയിലും CBSEയിലും അതുപോലെ മികവുകളും പോരായ്മകളും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പറയാം. ആദ്യം നമുക്ക് SCERTയുടെ കാര്യം എടുത്ത് നോക്കാം. SCERT നോക്കുകയാണെങ്കിൽ അതിലെ സിലബസ് എന്ന് പറയുന്നത് സന്ദർഭോചിതമായ പാഠ്യപദ്ധതിയാണ് നൽകിയിരിക്കുന്നത്. അതായത് കോണ്ടെക്സ്റ്റലൈസ്ഡ് കരിക്കുലമാണ് SCERTയിലുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ SCERT എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെയാണ് SCERT. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള പ്രാദേശിക സാഹചര്യങ്ങളാണ് ഈ പുസ്തകങ്ങളിലൊക്കെ നൽകിയിരിക്കുന്നത്. കുട്ടികളുടെ പ്രാദേശിക സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ ഒരു പാഠ്യപദ്ധതി ആണെങ്കിലും അതിൽ അവർ നൽകുന്ന ബുക്കുകളാണെങ്കിലും അതുപോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ കൂടുതൽ ആകർഷകമാക്കാനും അതുപോലെ അവർക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ അവരുടെ ഒരു ഫാമിലി സാഹചര്യത്തിൽ, അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്ന സോഷ്യൽ എൻവയോൺമെൻറ്റിൻ്റെ തരത്തിലുള്ള പാഠഭാഗങ്ങളും സിലബസുമാണ് SCERT തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ ഏതൊരു കുട്ടിക്കും അത് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. അതായത് കുട്ടികൾക്ക് ഉദാഹരണങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാം. പൊതുവെയുള്ള സാഹചര്യങ്ങളാണ്, ചുറ്റുപാടും നോക്കി കണ്ട് പഠിക്കാം. പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതിന് പറ്റിയിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് SCERT കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തത് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് വഴക്കം. അധ്യാപന രീതിയിലും പാഠ്യപദ്ധതി രൂപകൽപ്പനയിലും കൂടുതൽ വഴക്കം നൽകുന്നതിന് SCERT ഊന്നൽ നൽകുന്നുണ്ട്. ഇത് അധ്യാപകർക്ക് നവീകരിക്കാനും പൊരുത്തപ്പെടാനുമുള്ള ഒരു അവകാശം കൂടി നൽകുന്നുണ്ട്. തൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടിക്ക് എന്താണോ ആവശ്യം, ആ കുട്ടിയെ ഏത് രീതിയിലാണ് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് ആ രീതിയിൽ അധ്യാപകന് മാറാനും അധ്യാപകന് ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെട്ട് കുട്ടികൾക്ക് ആവശ്യമുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം നമ്മുടെ SCERT സിലബസ് നൽകുന്നുണ്ട്. അതാണ് ഇവിടെ ഫ്ലെക്സിബിലിറ്റി എന്ന് ഉദ്ദേശിച്ചത്. SCERT സിലബസിൻ്റെ ഒരു മെയിൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് സ്കൂളുകളിൽ, പാഠപുസ്തകങ്ങളിൽ എല്ലാം സമൂഹത്തിൻ്റെ ഇടപെടലാണ്. കുട്ടി ഒരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൻ്റെ ഇടപെടലിൽ, സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും കാര്യങ്ങൾ പഠിച്ച് സ്വയം വളർന്നു വരേണ്ടതാണ് കുട്ടി എന്നുള്ളത് നമ്മൾ വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ അതേ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് SCERT ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ സിലബസിൽ, അതായത് സ്കൂളിലും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും എല്ലാം പഠനത്തിൽ സമൂഹത്തിൻ്റെ ഇടപെടലും അതുപോലെ പ്രാദേശിക ഇടപെടലിനും SCERT ഊന്നൽ നൽകുന്നുണ്ട്. സ്കൂളുകൾക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിനിടയിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഈ ഒരു സിലബസ് SCERTയുടെ ഭാഗമായിട്ടുള്ള സിലബസ് പറഞ്ഞിരിക്കുന്നത്. അതായത് സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ, സമൂഹത്തിന് ഗുണമുള്ള രീതിയിൽ ഒരു കുട്ടിയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്
SCERT സിലബസിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന് പറ്റുന്ന തരത്തിലുള്ള സിലബസാണ് അവർ നവീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ SCERT സിലബസിൻ്റെ ഗുണങ്ങളാണ്. ഇനി അതിന് കുറച്ച് ഡ്രോബാക്സ് കൂടി ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. അതൊക്കെ എന്താണെന്ന് നോക്കാം. അടുത്തത് SCERTയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഗുണനിലവാരങ്ങളാണ്. അതായത് ഗുണനിലവാരത്തിലുള്ള വ്യതിയാനം. SCERTയുടെ വികേന്ദ്രീകൃത സമീപനം വിവിധ സ്കൂളുകളിലും ജില്ലകളിലും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തിൽ വ്യതിയാനത്തിന് കാരണമാകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം പരിമിതമായ വിഭവങ്ങളാണ്. റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അധ്യാപനത്തിന് ആവശ്യമായ, കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ വിഭവങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവ ആക്സസ് ചെയ്യുന്നതിൽ SCERT സ്കൂളുകൾക്ക്, അതായത് നമ്മുടെ നാട്ടിലെ പ്രാദേശിക സ്കൂളുകൾക്ക് ചില വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരും. ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അവരുടെ കയ്യിൽ ഇല്ല എന്ന് വരാം. ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ നടക്കുകയാണ്. സ്മാർട്ട് ക്ലാസ്സസ് ഉണ്ട്, ഹൈടെക് സ്കൂൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്കിൽ പോലും വിഭവങ്ങൾ കൃത്യമായി എത്താത്ത സ്കൂളുകളും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത സ്കൂളുകളും ഇന്നും ഉണ്ട്. നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷെ അതിനുള്ള ആക്സസ് ഇതുവരെ കിട്ടാത്തവരും ഉണ്ട്. അപ്പോൾ അതൊരു ഡ്രോബാക്കായിട്ട് നമുക്ക് പറയാവുന്നതാണ്. CBSEയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് നല്ല നിലവാരമുള്ള പാഠ്യപദ്ധതിയാണ്. സ്റ്റാൻഡേർഡൈസ്ഡ് പാഠ്യപദ്ധതി. നമ്മുടെ SCERTയുടെ കോണ്ടെക്സ്റ്റലൈസ്ഡ്, അതായത് ഒരു സ്റ്റേറ്റിൻ്റെ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള അവർക്ക് ഉള്ള പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പാഠ്യപദ്ധതിയാണെങ്കിൽ CBSE എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പാഠ്യപദ്ധതി. അത് തന്നെ എല്ലാവർക്കും പ്രത്യേകം ഒന്നുമില്ല. അതാണ് നിലവാരമുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് പാഠ്യപദ്ധതിയാണ് CBSEയുടെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാഷണൽ, അതായത് ഇന്ത്യയിലെ എല്ലാ CBSE അഫിലിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്കൂളുകളിലും ഒരേ പാഠ്യപദ്ധതിയാണ് നടക്കുന്നത്. അത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാവാം, പക്ഷേ അവരെല്ലാം ഒരേ പാഠ്യപദ്ധതി തന്നെയാണ് ഫോളോ ചെയ്ത് പോവേണ്ടത്. ഒരേ ഗുണനിലവാരം തന്നെയാണ് എല്ലാവർക്കും ലഭിക്കുക. അപ്പോൾ മറ്റൊരു കാര്യം അവരുടെ വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സുകളാണ്. CBSE സ്കൂളുകൾക്ക് സാധാരണയായിട്ട് പലതരം റിസോഴ്സുകൾ, സ്മാർട്ട് ക്ലാസ് ആയിട്ടും ഡിജിറ്റലൈസേഷനും ഒക്കെ ആയിട്ട് പലതരം റിസോഴ്സുകൾ അവർക്ക് സ്കൂളിൽ തന്നെ ലഭ്യമായിരിക്കും. സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയിലൊക്കെ അവർക്ക് മികച്ച രീതിയിൽ ആക്സസ് ഉണ്ടായിരിക്കും. അത് അധ്യാപനം നല്ല രീതിയിൽ ഉപയോഗിക്കാനും കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്താനും സഹായിക്കും. കാരണം കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അധ്യാപനത്തിൽ ICT ഒക്കെ ഉൾപ്പെടുത്തുന്നതോടുകൂടി കുട്ടികൾക്ക് കുറച്ചുകൂടി പഠനം ഈസി ആയിരിക്കും. കണ്ടു പഠിക്കാം, കേട്ടു പഠിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ റിസോഴ്സുകളും ഉണ്ടാകുമ്പോൾ എല്ലാ വിഭവവും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ അതിന് രീതിയിലുള്ള അധ്യാപനവും പഠനവും മികച്ചതായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ അവിടെ കിട്ടും. CBSE സിലബസ് എന്ന് പറയുന്നത് ദേശീയ അംഗീകാരമുള്ള ഒരു സിലബസാണ്. SCERTക്ക് നമ്മുടെ കേരളത്തിനകത്ത് മാത്രമാണ് അംഗീകാരം ഉള്ളതെങ്കിൽ CBSE എന്ന് പറയുമ്പോൾ കേരളത്തിനകത്തും അതുപോലെ പുറത്തും, ഇപ്പോൾ അബ്രോഡൊക്കെ പോയിട്ട് വീണ്ടും അടുത്ത ഉന്നത പഠനം അബ്രോഡൊക്കെ പോയി നടത്തേണ്ട കുട്ടികളാണെങ്കിൽ അവർക്ക് അവിടെയും അംഗീകാരം കിട്ടുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് CBSE എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡ്രോബാക്ക്, എല്ലാവർക്കും യോജിക്കുന്ന ഒരു സമീപനമാണ്. അതായത് സ്റ്റാൻഡേർഡൈസ്ഡ് കരിക്കുലാണെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ഒരു മെയിൻ ഡ്രോബാക്ക്. കാരണം പലതരത്തിലുള്ള പല പ്രദേശത്തു നിന്ന്, പല സാഹചര്യങ്ങളിൽ നിന്ന്, പല സിറ്റുവേഷനിൽ നിന്ന്, പല എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന കുട്ടികളാവാം. പക്ഷേ അവർക്കെല്ലാം ഒരേ പാഠ്യപദ്ധതിയാണ്, ഒരേ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പാഠ്യപദ്ധതിയാണ്. ഒരേ കാര്യം തന്നെ എല്ലാവരും പഠിക്കേണ്ടി വരും. പല നിലവാരത്തിലുള്ള പഠിതാക്കളാണെങ്കിലും ഒരു വിട്ടുവീഴ്ചയില്ല, അതിലൊരു മാറ്റം വരുത്താനും സാധിക്കില്ല. അവരൊക്കെ തന്നെ ഒരേ സാധനം ഒരേപോലെ പഠിക്കേണ്ടി വരും. അപ്പോൾ അതിൽ ചിലപ്പോൾ എല്ലാ ആക്സസ് ഉണ്ടെങ്കിൽ പോലും പഠിതാക്കൾ വ്യത്യസ്തമാകുമ്പോൾ ആ പഠനത്തിൻ്റെ വേഗത നല്ല രീതിയിൽ നടക്കണമെന്നില്ല. ചില കുട്ടികൾ പുറകിലേക്കൊക്കെ വരാം. പക്ഷേ അതിന് അവർക്ക് എല്ലാ കുട്ടികൾക്കും പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ പ്രദേശത്തെയും കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല. അതാണ് അവരുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. എല്ലാ പഠിതാക്കളും, പലതരം പഠിതാക്കളും ഒരേ കാര്യം തന്നെ പഠിക്കണം എന്നുള്ളതാണ്.
CBSEയുടെ എക്സാം അസസ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി SCERT-നേക്കാളും കുറച്ചുകൂടി ടഫുള്ള കാര്യമായിരിക്കും. അപ്പോൾ കുട്ടികളിൽ ആ ഒരു പരീക്ഷാ സമയത്ത് കൂടുതൽ പ്രഷർ ഉണ്ടാവും. അത് അവർക്ക് ചിലപ്പോൾ താങ്ങാൻ കഴിയില്ല. അതവരുടെ ഒരു കുട്ടികളുടെ നല്ലൊരു വെൽബീയിങ്ങിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്രയും സ്ട്രെസ്സൊക്കെ പറ്റുന്നത് അതും ഒരു ഡ്രോബാക്കായിട്ട് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ് സിലബസും CBSEയും തമ്മിലുള്ള വ്യത്യാസമായിട്ട് വരുന്നത്. ഈ ഒരു മെയിൻ വ്യത്യാസങ്ങൾ തന്നെ നമ്മളോടിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ, സ്കൂൾ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്കൂളിലുള്ള നമ്മുടെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക കേട്ടോ നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.